ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചിയൂറും കോളിഫ്ലവർ ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിന് കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലേക്കിട്ട് പുഴുവിനെയൊക്കെ കളഞ്ഞ് എടുത്തു വച്ചിരിക്കുന്നതാണ്. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക്, കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് അര കോളിഫ്ലവർ, ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. മുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്, 1 ടീസ്പൂൺ സാമ്പാർ പൊടി. 1/4 ടീസ്പൂൺ കായപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, തിക്നെസ് അത്ര ആകുന്ന സമയത്ത് നിർത്തിയാൽ മതി. ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും തിക്കായിരിക്കണം കേട്ടോ. കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ പിടിവയ്ക്കുന്ന സമയത്ത് വിട്ടുപോകും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇത്. ഒരു 125 ml വെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുഴച്ച് പുരട്ടിയെടുക്കണം. നമ്മൾ ചിക്കനും ഫിഷിനും ഒക്കെ പുരട്ടുന്ന പോലെ നല്ലപോലെ കുഴച്ച് പുരട്ടിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഏതെണ്ണയിൽ വേണമെങ്കിലും വറക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ഒക്കെ നമുക്ക് വറക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ കോളിഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഡിപ്പായിട്ട് വീഴുന്ന രീതിയിലല്ല, നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കണ്ടോ. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വറുത്ത് കോരാം. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞാനിങ്ങനെ കോരി എടുത്തിട്ടാണ് ഇപ്പോൾ ഇടുന്നത്, സ്പൂൺ വെച്ചിട്ട്. ഇപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വിടിയിച്ചെടുക്കാം. പിന്നെ മിക്സായിട്ട് ഒരുമിച്ച് കട്ട കൂടിയാണല്ലോ കിടക്കുന്നത്. അത് കുഴപ്പമില്ല. ഇപ്പം വിടിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വറുത്ത് കോരി എടുക്കുന്ന സമയത്ത് വിടിയിച്ചാലും മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് വറുത്ത് കോരി കഴിയുമ്പോൾ നമുക്ക് വിടിയിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. വിട്ട് പോകുന്നോളൂ. ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ വറുക്കുമ്പോൾ ഈ കോട്ടിങ് എല്ലായിടത്തും ഒരുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ എണ്ണ അധികം നമ്മുടെ കല്ലിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അടിപ്പക്കല്ലിൻ്റെ ഒപ്പം ഇത് പോരില്ല. ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്നതാണല്ലോ, ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് അടർത്തി മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റായിട്ട് ഓരോന്നും സെപ്പറേറ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മളുടെ കോളിഫ്ലവർ ബജി റെഡി ആയിട്ടുണ്ട്.